അതിവേഗ റെയിൽപാതയിൽ കൂടുതൽ വ്യക്തത വരുത്തി മെട്രോമാൻ ഇ ശ്രീധരൻ. അലൈൻമെന്റിലും നിർമ്മാണ ചെലവിലും മാറ്റം. അതിവേഗ റെയിൽപാതയിൽ കൂടുതൽ വ്യക്തത വരുത്തി മെട്രോമാൻ ഇ ശ്രീധരൻ. നേരത്തെ നിർദ്ദേശിച്ച അലൈൻമെന്റിലും നിർമ്മാണ ചെലവിലും മാറ്റങ്ങൾ യാത്രാ സമയത്തിലും വരുത്തിയാണ് പുതിയ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. പൊന്നാനിയിൽ തുറന്ന പുതിയ ഓഫീസിന് പുറത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് സ്റ്റേഷനുകളും റെയിൽ ലൈൻ കടന്നുപോകുന്ന പ്രദേശങ്ങളും അടങ്ങിയ വിവരങ്ങൾ അദ്ദേഹം പ്രഖ്യാപിച്ചത്. നേരത്തെ തയ്യാറാക്കിയ റൂട്ടിൽ മാറ്റം വരുത്തി പുതുക്കിയ അലൈൻമെന്റിൽ പത്തനംതിട്ട കൂടി ഉൾപ്പെടുന്നുണ്ട്. പുതിയ റൂട്ട് വഴി 20 സ്റ്റോപ്പുകളാണ് ഉണ്ടാവുക. നേരത്തെ തയ്യാറാക്കിയ റിപ്പോർട്ടിൽ 22 സ്റ്റേഷനുകളാണ് ഉണ്ടായിരുന്നത്. മലപ്പുറത്തെ തിരൂർ, എടപ്പാൾ സ്റ്റോപ്പുകൾ പുതിയ റിപ്പോർട്ടിലില്ല. പകരം മലപ്പുറമാണ് പുതിയ സ്റ്റോപ്പ്. തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് ആരംഭിക്കുന്ന ഈ പാത ടണൽ വഴി തിരുവനന്തപുരം എയർപോർട്ടിലേക്ക് പ്രവേശിക്കും. തുടർന്ന് വർക്കല, കൊല്ലം, കൊട്ടാരക്കര, പത്തനംതിട്ട, തിരുവല്ല, കോട്ടയം, വൈക്കം, എറണാകുളം, നെടുമ്പാശ്ശേരി, തൃശൂർ, പട്ടാമ്പി, മലപ്പുറം, കരിപ്പൂർ, കോഴിക്കോട്, കൊയിലാണ്ടി, വടകര, തലശ്ശേരി, കണ്ണൂർ എന്നിവിടങ്ങളിൽ സ്റ്റോപ്പുകളുണ്ടാകും. പദ്ധതി നടപ്പിലാക്കുന്നതിനായി പ്രത്യേക ടീമിനെ ഇതിനകം തന്നെ സാങ്കേതിക മികവോടെ വിഭാവനം ചെയ്തിരിക്കുന്ന ഈ പദ്ധതിയുടെ ഡിസൈൻ സ്പീഡ് മണിക്കൂറിൽ 200 കിലോമീറ്ററാണ്. എന്നാൽ കൊമേഴ്സ്യൽ സ്പീഡ് മണിക്കൂറിൽ 140 കിലോമീറ്ററായി നിജപ്പെടുത്തിയിട്ടുണ്ട്. ഈ അതിവേഗ പാത വഴി തിരുവനന്തപുരത്ത് നിന്ന് 3 മണിക്കൂർ 20 മിനിറ്റ് കൊണ്ട് കണ്ണൂരെത്താമെന്നാണ് കണക്ക് കൂട്ടുന്നത്. ഓപ്പറേഷൻ സ്പീഡ് 180 കിലോമീറ്റർ ആയിരിക്കും. ആദ്യ കണക്ക് കൂട്ടിയതിനേക്കാൾ ചെലവ് കുറച്ചാണ് പദ്ധതി അദ്ദേഹം പുതുക്കിയിരിക്കുന്നത്. കൊങ്കൺ റെയിൽ മാതൃകയിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർദ്ദേശിക്കുന്നത്. സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ ഇതിനായി രൂപീകരിക്കും. കേരള ഹൈസ്പീഡ് റെയിൽ കോർപ്പറേഷൻ എന്നാണ് പേര് നിർദ്ദേശിക്കുന്നത്. കമ്പനിയിൽ 51% കേന്ദ്ര സർക്കാരിനും 49% സംസ്ഥാന സർക്കാരിനുമായിരിക്കും ഷെയർ. ഒരു പരിശ്രമ എക്സ്പ്രസ് എടുത്ത് നോക്കും. അതിൽ രണ്ടാമത്തുള്ള എയർ കണ്ടീഷൻ കോച്ചസ് അത് തിക്കിത്തേക്ക് ആക്കുമ്പോൾ സ്ഥലം കിട്ടാനായിട്ട് എല്ലാവരും തേർഡ് ക്ലാസ്സിൽ പോവാം. എയർ കണ്ടീഷൻ കിട്ടുകയാണെങ്കിൽ ദേ ആർ പ്രിപ്പയർഡ് ടു ട്രാവൽ, പേ ദറ്റ് എമൗണ്ട്. ഈ 780 ഇങ്ങനെ ട്രെയിൻസ് ഇത്ര ചീപ്പായി കിട്ടുമ്പോൾ we expect a lot of people for southern trains to sit on it. Lot of people. ഞങ്ങളുടെ കാൽക്കുലേഷൻ പ്രകാരം at least 8 to 9 trains of southern railway will have no passengers. അവർ ക്യാൻസൽ ചെയ്യാം, എല്ലാം ഇതിൽ പോകും.